സംഭവിച്ചിരിക്കുന്നത് കുറേ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ടണലിൻ്റെ എൻട്രൻസിൽ അടഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം നമ്മുടെ സ്കൂബ ടീം എത്തിയിട്ടുണ്ട്. അവർ അതിൻ്റെ അടുത്ത ആ ടണലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് മുങ്ങി നോക്കിയാൽ അതിനെക്കുറിച്ച് ഇതിൻ്റെ രീതികൾ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ശ്രമം നടത്തി വരികയാണ്. എന്താ മനസ്സിലാക്കുന്നത്? ഇത് ജോയി എന്ന് പറയാൻ ഒരാൾ അല്ലേ അകപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചത്? ഇവിടെ ക്ലീനിങ് തൊഴിലാളികൾ 3 പേര് ജോലി ചെയ്തുകൊണ്ടിരുന്നതിൽ അവർ ഭക്ഷണത്തിന് ശേഷം വന്ന് ഇറങ്ങി ഒരാൾ, അത് അയാൾ മലയാളിയാണെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മലയാളിയായ ഒരാളാണ് വെള്ളത്തിലകപ്പെട്ടിട്ടുള്ളത്. ഇതിപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ സാങ്കേതികമായ കുറേ തടസ്സങ്ങളുണ്ട്. കാരണം ഇതിന് അതിലേക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കവാടത്തിന് ചുറ്റും നിങ്ങൾ കാണുന്നത് പോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം സ്കൂബ ടീമിന് വളരെ പരിമിതമായ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ടണലിനകത്ത് ഇറങ്ങി അടുത്ത ഫെൻസിങ് വരെ, ഫെൻസിങ് അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്, അതുവരെ പോയി നോക്കിയിട്ട് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഒഴുകി പോകാനുള്ള സാധ്യതയില്ല, കാരണം അവിടെയും ഇതിൻ്റെ അപ്പുറത്തും ഫെൻസിങ് ഉണ്ട്. എന്താണ് അതന്നെ, ഒഴുകിപ്പോകാനുള്ള സാധ്യതയില്ല. അടുത്ത ആ ഫെൻസിങ്ങിൻ്റെ അവിടെ തടഞ്ഞു നിൽക്കും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. ഈ മാലിന്യം ഇങ്ങനെ മുകളിൽ മാത്രം ഇങ്ങനെ നിൽക്കുകയാണോ, അതോ താഴെയും മാലിന്യം നിറഞ്ഞ സ്ഥിതിയാണോ ഉള്ളത്? ഈ മാലിന്യം കൂടുതലായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. അപ്പോൾ അത് മേൽ തട്ടിൽ മാത്രമേ കാണുന്നുള്ളൂ. അത് മാറ്റുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ മാറ്റുന്ന ജോലി പുരോഗമിക്കുകയാണ്. നമ്മളും നിങ്ങളെപ്പോലെ തന്നെ വളരെയധികം ആകാംക്ഷയിലാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ പുറത്തെടുക്കുക, സുരക്ഷിതമായി പുറത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതിൽ നമ്മുടെ ജീവനക്കാരെല്ലാം അതിൻ്റെതായ ആത്മാർത്ഥതയിൽ പ്രവർത്തിക്കുന്നു. ഈ കൂടുതൽ ആളുകളൊക്കെ ഇറങ്ങുമോ ഫയർഫോഴ്സിന്റെ? എങ്ങനെയാണ്? നമ്മുടെ സ്കൂബ ടീം അംഗങ്ങൾ സ്കൂബ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ എത്രയും പെട്ടെന്ന് ഇറങ്ങുന്നതായിരിക്കും. ഈ മാലിന്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് വലിയ വെല്ലുവിളി, അതൊരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഇത്രയും മാലിന്യം മാറ്റുക എന്നുള്ളത് തന്നെ ഈ കുത്തൊഴുക്കിനിടയിൽ വളരെയധികം വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ സംഗതി. ഈ പുതഞ്ഞു പോയതാണോ, എന്താണ്? പുതഞ്ഞു പോയതല്ല. മാലിന്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ഈ ഒഴുക്കിൽപ്പെട്ട് മാലിന്യത്തിൽ വന്ന് തടയുകയും വീണ്ടും അയാളെ ആ വെള്ളത്തിന്റെ ഫോഴ്സിൽ വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ത്തി വലിച്ചുകൊണ്ട് പോയതാകാം എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഈ നിങ്ങൾ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത്ര ഒഴുക്കുണ്ടായിരുന്നു? എങ്ങനെയാണ്? വെള്ളത്തിൽ ഒഴുക്കുണ്ടായിരുന്ന സാഹചര്യത്തിലാണ്. ഇപ്പോൾ മഴ തോർന്നിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ ഇതിനേക്കാളും മഴയുണ്ടായിരുന്നു, ഒഴുക്കും കൂടുതലായി.